റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ. അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം ദളിത് ക്രൈസ്തവ വിമോചനത്തിൻ്റെ സമഗ്രത സഭയിൽ. ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേലച്ചനെ എല്ലാവർക്കും തന്നെ അറിയാം എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് സാഹചര്യത്തിൻ്റെ ആവശ്യമാണ് എന്ന് കരുതുന്നതിനാൽ. റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ അറുന്നൂറ്റിമംഗലം ഇടവകാംഗമാണ്. അദ്ദേഹം സേക്രഡ് തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. MTH ആൻഡ് ഡോക്ടറേറ്റ് വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ നിന്ന് നേടി. പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് പൂഞ്ഞാർ ഫൊറോന പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ടാണ്. ലാലം പഴയ പള്ളിയിലും അസിസ്റ്റൻ്റ് വികാരിയായി ശുശ്രൂഷ ചെയ്തു. പിന്നീട് അടിവാരം, ജിയോവാലി, മുണ്ടാങ്കൽ, കോതനല്ലൂർ, രാമപുരം എന്നീ പള്ളികളിൽ വികാരിയായി ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ഷാലോം പാസ്റ്ററൽ സെൻറ്ററിൻ്റെ വിശ്വാസ പരിശീലന കേന്ദ്രം ഇവയുടെ ഡയറക്ടർ കൂടിയായി സേവനം ചെയ്യുന്നു. ദീപികയുടെ ഡയോസിസൻ കോർഡിനേറ്റർ ആയിരുന്നു. ഇപ്പോഴും AKCC ഉരുപുത ഡയറക്ടറാണ്. മിഷൻ ലീഗ്, സൊഡാലിറ്റി സംഘടനകളുടെ നേതൃത്വം കൊടുക്കുന്നു. കുടുംബ കൂട്ടായ്മ ചെയർമാനായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. 1999 മുതൽ KCBC ലിറ്റർജിക്കൽ കമ്മീഷൻ കമ്മിറ്റിയിലെ അംഗമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. അദ്ദേഹം അറിയപ്പെടുന്ന പ്രാസംഗികനാണ്. ആദരണീയമായ വ്യക്തിത്വവും ഇടപെടൽ ശൈലികളും നേതൃത്വവാസനയും അഗാധമായ പാസ്റ്ററൽ കമ്മിറ്റ്മെൻറ്റും അദ്ദേഹത്തെ പ്രത്യേകം ശ്രദ്ധാർഹനാക്കുന്നു. ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനുള്ള ധീരതയും ധൈര്യവും നേതൃത്വ പാഠവും കൊണ്ട് അദ്ദേഹം എല്ലാവരുടെയും ആദരവും സ്നേഹവും പിടിച്ചു പറ്റുന്നു. രാമപുരം ഇടവകയിലെ ഇടവകാംഗങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്നാണല്ലോ അദ്ദേഹം ഷാലോം പാസ്റ്ററൽ സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് ചുമതല ഏറ്റെടുക്കാൻ പോയിട്ടുള്ളത്. അദ്ദേഹത്തെ ദളിത് ക്രൈസ്തവ വിമോചനത്തിൻ്റെ സമഗ്രത സഭയിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ സാദരം ക്ഷണിക്കുന്നു. അഭിമന്യ പിതാവേ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദളിത് ക്രൈസ്തവ വിമോചനത്തിൻ്റെ സമഗ്രത സഭയിൽ. വിമോചനം എന്ന വാക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മറ്റു ചില പദങ്ങളുണ്ട്. അതായത് അടിമത്വം, അസ്വാതന്ത്ര്യം, തടവറ തുടങ്ങിയവ. അങ്ങനെയെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് വിമോചിക്കപ്പെടേണ്ടവർ എങ്ങനെ അടിമത്വത്തിലായി? ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ്? ഇങ്ങനെയുള്ളൊരു അവസ്ഥ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ആരാണ്? ഇന്ത്യയിലെ കത്തോലിക്കരിൽ ഏതാണ്ട് 65% ദളിത് ക്രൈസ്തവരാണ്. ദളിതർ പൊതുവെ വിമോചിതരാകേണ്ടവരാണ്. സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായുമൊക്കെ ഇവർക്ക് മോചനം അനിവാര്യമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സമൂഹത്തിൽ പ്രവേശിക്കുന്നവർ പൂർണ്ണമായും വിമോചിതരാകേണ്ടേ? എന്തുകൊണ്ട് നാം ഇങ്ങനെ ചോദിക്കുന്നു? ഈ കാലഘട്ടത്തിലും ഈ ചോദ്യം അപ്രസക്തമല്ല. ക്രൈസ്തവ സഭയുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അടിമത്വത്തിൻ്റെ താത്വിക അടിത്തറ, മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്തുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹമാണ് അടിമത്വം സൃഷ്ടിക്കുന്നത്. തത്വചിന്തകനായ ദെക്കാർത്തിൻ്റെ കൊജിത്തോ എർഗോസും, മനുഷ്യൻ ജീവിക്കുന്നു കാരണം അവൻ ചിന്തിക്കുന്നു എന്ന മനോഹരമായ പ്രസ്താവനയെ പ്രൊഫസർ T. വെള്ളിലാന്തടം ഒന്ന് തിരുത്തി എഴുതി. ഡോമിനോ എർഗോ സും, മനുഷ്യൻ ജീവിക്കുന്നു കാരണം അവൻ ആധിപത്യം പുലർത്തുന്നു. ഇന്ന് ഈ ആധിപത്യം എവിടെയും കാണാം. ഭർത്താവ് ഭാര്യയുടെ മേൽ, ഭാര്യ ഭർത്താവിൻ്റെ മേൽ, മാതാപിതാക്കൾ മക്കളുടെ മേൽ, മക്കൾ മാതാപിതാക്കളുടെ മേൽ, തൊഴിലാളി മുതലാളിയുടെ മേൽ, മുതലാളി തൊഴിലാളിയുടെ മേൽ, പുരോഹിതൻ വിശ്വാസികളുടെ മേൽ, വിശ്വാസികൾ പുരോഹിതന്മാരുടെ മേൽ. ഇങ്ങനെ പോകുന്നു ആധിപത്യത്തിൻ്റെ ദൃശ്യങ്ങൾ. എന്നാൽ ഈ ആധിപത്യത്തിൽ ഒരു കൂട്ടർ മാത്രം ശക്തരാകുമ്പോൾ അനന്തരഫലങ്ങൾ ദുസ്സഹമാകും.
നമ്മുടെ നാട്ടിൽ ജന്മികളുടെയും കുടിയാന്മാരുടെയും ഇടയിലും സവർണരുടെയും അവർണരുടെയും ഇടയിലും നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള ആധിപത്യമായിരുന്നു. ഇത്തരം ആധിപത്യങ്ങൾ ഒരു വിഭാഗത്തെ അടിമത്വത്തിലേക്ക് നയിക്കുന്നു. അതീശത്വം പുലർത്തുന്നവർ അവരെ ചൂഷണം ചെയ്യുന്നു. 2024 നവംബർ 3 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കാർഷിക മേഖലയിലെ ക്രൂരതകൾ എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിൽ വിനി പോൾ പറയുന്നു, 1904 ഡിസംബർ 13 കോട്ടയം ജില്ലയിലെ ചേലക്കൊമ്പ് എന്ന സ്ഥലത്ത് നടന്ന യോഗത്തിൽ പ്രായമായ പുലയ ക്രിസ്ത്യാനികൾ കാർഷിക മേഖലയിൽ അവർ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ വെളിപ്പെടുത്തി. മുറ്റത്തുമാവ് എന്ന സ്ഥലത്ത് നിന്ന് വന്ന ഏറ്റവും പ്രായമായ വ്യക്തിയാണ് ആദ്യം സംസാരിച്ചത്. താനൊരു വലിയ ഭൂ ഉടമയുടെ അടിമയായിരുന്നുവെന്നും എല്ലാ ദിവസവും അതിരാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കേണ്ടി വന്നിരുന്നെന്നും പണിക്ക് പോകാതിരുന്നാലോ താമസിച്ചു ചെന്നാലോ ക്രൂര പീഡനമായിരുന്നു കൂലിയെന്നും അദ്ദേഹം പറഞ്ഞു. ചിലരെ കാളയോടും പോത്തിനോടും ചേർത്ത് വെച്ച് നിലമുഴുതിരുന്നു. ഓടിപ്പോകാതിരിക്കുവാൻ അവരെ ചങ്ങലയിലിടുമായിരുന്നു. ആയിരൂരിൽ നിന്ന് വന്ന ഒരാൾ പറഞ്ഞത്, പണിയുള്ള ദിവസം അച്ഛനോ അമ്മയോ മരിച്ചാൽ മറവ് ചെയ്യാൻ പോലും മുതലാളിമാർ അനുവദിച്ചിരുന്നില്ല എന്നാണ്. കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകളെയും അതിക്രൂരമായാണ് മർദ്ദിച്ചിരുന്നത്. 2 സ്ത്രീകളുടെ തലമുടി പരസ്പരം കൂട്ടിക്കെട്ടി അവരുടെ മുതുകിൽ വടികൊണ്ട് ആഞ്ഞടിക്കുന്ന പതിവായിരുന്നു പ്രധാന ശിക്ഷാരീതി. ഇങ്ങനെ പോകുന്നു ആധിപത്യത്തിൻ്റെ നൊമ്പരപ്പെടുത്തുന്ന കഥകൾ. ഇത്തരത്തിലുള്ള ആധിപത്യങ്ങൾക്ക് സഹായകമായ കാര്യങ്ങളാണ് പണവും അധികാരവും സ്വാധീനവും ഒട്ടൊക്കെ പ്രശസ്തിയും. കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ടല്ലോ, പണമെന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണമെന്നുള്ളത് ദൂരത്താവും, പണവും ഗുണവും കൂടിയിരിപ്പാൻ പണി എന്നുള്ളത് ബോധിക്കണം. ഇങ്ങനെയുള്ള വ്യവസ്ഥിതികൾക്ക് മാറ്റം വരണമെങ്കിൽ ആധിപത്യ ചിന്തയും അടിമത്വ ചിന്തയും നമ്മിൽ ഉണ്ടാകരുത്. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ മോചനത്തിനായി യത്നിച്ച അബ്രഹാം ലിങ്കൺ ഒരിക്കൽ പറഞ്ഞു, ഞാൻ അടിമയായിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ യജമാനനാകാനും. സഭ എന്താണ്? സമഗ്ര ദളിത് വിമോചനം സഭയിൽ. സഭ ദൈവത്താൽ വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ്. പൗലോസ്ലീഹായുടെ ഭാഷയിൽ സഭ ഈശോയുടെ മൗലിക ശരീരമാണ്, ഈശോ തന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോകുന്ന സാവൂലിനോട് പറഞ്ഞത്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന്. ഈശോയുടെ മൗലിക ശരീരം ഈശോയുടെ സ്വഭാവത്തിലാണ് വളരേണ്ടത്. 4-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പടികളുടെ പുസ്തകം ബുക്ക് ഓഫ് സ്റ്റെപ്സ് ലിബർ ഗ്രാദും 3 തലങ്ങളിലുള്ള പള്ളിയെക്കുറിച്ചാണ് പറയുന്നത്. കൂദാശകളുള്ള അൾത്താരയുള്ള കാണാവുന്ന പള്ളി, 2 ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന പള്ളി, ഹൃദയമാണ് അതിൻ്റെ അൾത്താര, 3 സ്വർഗത്തിലെ പള്ളി. ഇവിടെ ഒരു വ്യക്തിയെ പള്ളിയായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് കാണേണ്ടതും. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഔന്നത്യം എത്ര വലുതാണ്. നിങ്ങൾ ദൈവങ്ങളാണ് എന്ന് യോഹന്നാൻ സുവിശേഷകൻ്റെ 10:34 പ്രയോഗവും ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മനാകുന്നു, അദ്വൈതം 2 അല്ല 1 എന്ന ശ്രേഷ്ഠമായ ഹൈന്ദവ ചിന്തകളും മനുഷ്യനെ ദൈവത്തെപ്പോലെ കാണണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ സംശയാതീതമായി പഠിപ്പിച്ച കാര്യമാണ്. ഈ ചെറിയവരിൽ ഒരുവനിൽ ഈശോയെ കാണണമെന്ന് മത്തായി സുവിശേഷകൻ 25:40. മനുഷ്യരിൽ ദൈവത്തെ കാണണമെന്ന ബോധ്യം നാം ദൈവ സ്വഭാവത്തിൽ വളരണമെന്നും ആ സ്വഭാവത്തിന് ജീവിതം വഴി സാക്ഷ്യം വഹിക്കണമെന്നുമാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ കുർബാനയിൽ ലേഖന വായനയ്ക്ക് മുമ്പുള്ള ശ്ലോഷാ പ്രാർത്ഥനയിൽ ദൈവസ്വഭാവത്തെ പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധിയിൽ വസിക്കുകയും അവരിൽ സംപ്രീതനാകുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്രകനും അമർത്തനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. അതെ, കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. എൻ്റെ സ്കൂൾ ജീവിതകാലത്ത് പഠിച്ച ഒരു കവിത ഞാൻ ഓർക്കുകയാണ്. തണവരും വ്യതീതരും മർദ്ദിതർ താനുമെങ്ങോ വസിപ്പത വീടത്തിൽ താവകാമണിത്തൃച്ചേ വടികളെ താങ്ങിടുന്ന പൊൻപീഠം വിലസുന്നു. അതെ, ഈശോയുടെ ആഗമന ഉദ്ദേശം തന്നെ ലൂക്കാസ് സുവിശേഷകൻ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കാസ് സുവിശേഷകൻ 4:18-19. ഈശോയുടെ ശിഷ്യന്മാർ ഈശോയുടെ ദൗത്യം തുടർന്നവരാണ്. അവരെ കണ്ടവർ ഈശോയെ കണ്ടു, കേട്ടവർ ഈശോയെ കേട്ടു, തൊട്ടവർ ഈശോയെ തൊട്ടു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് മദർ തെരേസ വരുമ്പോൾ ആളുകൾ പറഞ്ഞത്, അമ്മ വരുമ്പോൾ ദൈവം വരുന്നത് പോലെയാണ്. അപ്രയം പുണ്യവാളനെക്കുറിച്ചും ഫാദർ ഡാമിയനെക്കുറിച്ചും
നമ്മുടെ കുഞ്ഞച്ചനെക്കുറിച്ചും ഇങ്ങനെ തന്നെ പറയാം. ഇവരെല്ലാം ദൈവ സ്വഭാവത്തിന് സാക്ഷ്യം വഹിച്ച സഭയുടെ മക്കളാണ്. സഭയുടെ പൊതുദർശനവും അതുതന്നെയാണ്. ഈ ദൈവ സ്വഭാവത്തെ നാം ആഴത്തിൽ അനുഭവിക്കണം. എല്ലാ മനുഷ്യരിലുമുള്ള ഈ ദൈവ സ്വഭാവത്തെക്കുറിച്ചാണ് മോഹനങ്ങളായ കാവ്യതല്ലജങ്ങളിലൂടെ മാനവചേതനയെ തൊട്ടുണർത്തിയ മഹാകവി കുമാരനാശാൻ തൻ്റെ ദുരവസ്ഥയിൽ പാടുന്നത്. ആഹാ ഭഗവാൻ ജഗദീശ, നിന്തിരു മാഹാത്മ്യമാർന്ന ഗുണങ്ങളാകും സത്യവിശുദ്ധിയും സ്നേഹവും തേജസ്സും ഉത്തമ ജാതിയിലെന്ന പോലെ അന്തിജന്മാരിലും കാണുകയിൽ അങ്ങേക്കിങ് എന്തേ ഇവർ തമ്മിൽ ഭേദമുള്ളൂ. കില്ലില്ല ദാതാവേ, നിന്റെ തൃക്കണ്ണിന് തെല്ലുമീ ജാതി ഭേദങ്ങളില്ല. എല്ലാവരും ദൈവങ്ങളെപ്പോലെ കാണപ്പെടേണ്ടവരാകുമ്പോൾ ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ മനോഹര ദർശനം നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. വിശുദ്ധ ഗ്രന്ഥദർശനം പഴയ നിയമത്തിൽ എല്ലാവരിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പാവങ്ങളോടുള്ള താല്പര്യം. പാവപ്പെട്ടവരെ സൂചിപ്പിക്കാൻ ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന പദങ്ങളുടെ അർത്ഥം ഞെരുക്കപ്പെടുന്നവർ, താഴ്മയുള്ളവർ, ആവശ്യക്കാർ, ബലഹീനർ, താഴേക്കിടയിലുള്ളവർ, ആശ്രിതർ, സാമൂഹികമായി ചെറിയവർ എന്നൊക്കെയാണ്. ദൈവം ആവശ്യക്കാരൻ്റെയും പരിത്യുക്തൻ്റെയും അനാഥൻ്റെയും വിധവയുടെയും പരദേശികളുടെയും സംരക്ഷകനാണ്. നിയമാവർത്തനം 10:18 അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്നു, ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ദൈവീകമായ ഈ സഹാനുഭൂതി ദൈവജനത്തിനുമുണ്ടാകണം. നിയമാവർത്തനം 24:14-15 പറയുന്നു, അഗതയും ദരിദ്രനുമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ പട്ടണത്തിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത്. അവൻ്റെ കൂലി അന്നന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് കൊടുക്കണം. അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും. ദൈവജനത്തിനു മുൻപിൽ ദൈവസ്വരമായിരുന്ന പ്രവാചകന്മാർ അനീതിക്കും ചൂഷണത്തിനുമെതിരെ അതിശക്തമായി പ്രതികരിക്കുന്നു. ജെറമിയ 22:13 പറയുന്നു, അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശപ്തൻ അഥവാ ശപിക്കപ്പെട്ടവൻ. ദൈവസന്നിധിയിൽ ജീവിക്കുന്നവൻ്റെ ലക്ഷണങ്ങൾ ഏശയ്യ 58:6-7 വിവരിക്കുന്നതും ശ്രദ്ധേയമാണ്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായ ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അനീതിയും ചൂഷണവും അന്യായവും ഒന്നും നിലനിൽക്കില്ലെന്നും അതിൻ്റെ പിന്നിലുള്ള സ്വാർത്ഥമതികൾ നിശേഷം നശിക്കുമെന്നും പഴയ നിയമം ശക്തമായി പഠിപ്പിക്കുന്നു. നാബോത്തിൻ്റെ മുന്തിരിത്തോപ്പ് മോഹിച്ച ആഹാബിന് അവൻ നടത്തിയ അന്യായത്തിൻ്റെ ശിക്ഷ മരണമായിരുന്നല്ലോ. ആമോസ് പ്രവാചകൻ 5:11 ഇക്കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നു. ദരിദ്രനെ ചവിട്ടി അരയ്ക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതമ്പീടാക്കുകയും ചെയ്ത് നിങ്ങൾ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്നു, എന്നാൽ നിങ്ങളതിൽ വസിക്കുകയില്ല. പുതിയ നിയമ ദർശനം. പഴയ നിയമം ഒരുക്കവും പുതിയ നിയമം പൂർത്തീകരണവുമാണല്ലോ. വിമോചനത്തിൻ്റെ സമഗ്രത പുതിയ നിയമത്തിൽ അഥവാ ഈശോയിൽ അതിൻ്റെ പൂർണ്ണതയിൽ ദർശിക്കുവാൻ കഴിയും. ഈശോയിൽ ദൈവജനം മുഴുവൻ പുതിയൊരു ഐക്യം കണ്ടെത്തി. ഈശോയുടെ വചനങ്ങളും ഈശോയുടെ ജീവിതവും പുതിയ ജീവിത ശൈലിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്നു. ഈശോയുടെ ജീവിതത്തിൽ സമഗ്ര വിമോചനത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങി. സമൂഹം തഴഞ്ഞവരെയും താഴേക്കിടയിലുള്ളവരെയും പാപികളെയും ചുങ്കക്കാരെയുമെല്ലാം ഈശോ അവരുടെ പക്ഷത്തു നിന്ന് മനസ്സിലാക്കി. നിരവധി സന്ദർഭങ്ങൾ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു. യഹൂദർ പൂർണ്ണമായി അവഗണിച്ചിരുന്ന സമരിയാക്കാരി സ്ത്രീയോടും ഈശോ ദാഹജലം ചോദിക്കുന്നു. അവർക്ക് കൃപയുടെ ജീവജലം വാഗ്ദാനം ചെയ്യുന്നു. സമരിയാക്കാരി ലോകത്തിൻ്റെ അടിമത്വത്തിലും വിവേചനത്തിലുമാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ സമരിയാക്കാരി പറഞ്ഞത്, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നതെന്ത്? യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യോഹന്നാൻ 4:9 ഈശോയുമായുള്ള സമാഗമം അവൾക്ക് പൂർണ്ണ വിമോചനമാണ് നൽകിയത്. നമുക്കറിയാം, കുമാരനാശൻ്റെ ചണ്ടാല ഭിക്ഷുകിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ കഥയും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള പാഠമാണത്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം തളിർ തണ്ണീരു ദാശുനി ഓമലേ തരുതല്ലെന്നതു കേട്ടോ ആ മനോഹരി അമ്പരന്നോതിനാൾ അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാരങ്ങ് ജാതി മറന്നുവോ നീജനാരിതൻ കയ്യാജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലഴും ആര്യന്മാർ. അതിന് മറുപടി പറഞ്ഞ് നമുക്കറിയാം,
ജാതി ചോദിക്കുന്നില്ല സോദരി ഞാൻ, പിന്നെയോ തൊണ്ട വരണ്ടു ദാഹജലം ചോദിക്കുന്നു ഞാൻ എന്നായിരുന്നു അതിന് മറുപടി. അതെ, ഈശോ ജീവൻ്റെ ജലമാണ് അവൾക്ക് കൊടുത്തത്. ഇവിടെ ചണ്ടാല ഭിക്ഷുകി ചോദിച്ചത് ദാഹജലം. നമുക്കറിയാം ഈശോ എല്ലാത്തിൻ്റെയും പൂർണ്ണതയാണല്ലോ. പിശാച് ബാധിച്ച മകളെ സുഖപ്പെടുത്താൻ യാചിക്കുന്ന സിറോഫെനീഷ്യൻ സ്ത്രീയുടെ ആവശ്യം സാധിച്ചു കൊടുക്കുന്ന ഈശോ യഹൂദരുടെ ഇടയിലുണ്ടായിരുന്ന ചേരിതിരിവിനെ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, അതിനെ അതിജീവിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. മർക്കോസ് 7:24-30. അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം ആരറിയാൻ എന്ന ചങ്ങമ്പുഴയുടെ വാഴക്കൊലയിലെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്ര കൃത്യമായി നാം ഇവിടെ കണ്ടെത്തുന്നു. അത് ഈശോ എല്ലാവരുടെയും ആലംബമാണ്. അവിടുത്തെ സുവിശേഷം എല്ലാ ജനതകൾക്കും വേണ്ടിയാണ്. നമുക്കറിയാം, OT നേഷൻ ബിക്കംസ് നേഷൻസ് ഇൻ NT എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ജനത എന്നുള്ളത് പുതിയ നിയമത്തിൽ ജനങ്ങളായി, എല്ലാവർക്കും വേണ്ടിയായി ഈശോയുടെ ആഗമനം. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലെയും ദൈവസ്വഭാവം പ്രകടിപ്പിക്കുന്നത് സമരിയാക്കാരനാണല്ലോ. ഈശോയുടെ ജീവിതക്രമം അനുഭവിച്ചറിഞ്ഞ അപ്പസ്തോലന്മാരുടെ പ്രഘോഷണം വഴി രൂപം കൊണ്ട് ആദിമസഭ ഈശോയിൽ പൂർത്തീകരിച്ച സമഗ്ര വിമോചനത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി. അതേ, സഭ അതിൻ്റെ വക്താവും പ്രയോക്താവുമായി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:32 ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു. വിശ്വാസികളുടെ സമൂഹം ഒരു ശരീരവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. ആരും ആരെയും അവഗണിച്ചില്ല. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഒരു വിടവും കാണുന്നില്ല. മനുഷ്യ മനസ്സിനെ അടിമപ്പെടുത്തുന്ന എല്ലാ തിന്മകളിൽ നിന്നും ക്രിസ്തു ശിഷ്യന്മാർ പൂർണ്ണ മോചനം നേടണമെന്നുള്ള ശക്തമായ ആഹ്വാനം ആദിമസഭയിൽ നമുക്ക് കാണാം. ചില ഉദാഹരണങ്ങൾ ഉദ്ധരിക്കാം. ശത്രുതയെ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ മാത്രം പോരാ, ശത്രുവിനെ സഹായിക്കുകയും ചെയ്യണം. ശ്ലീഹ പറയുന്നു, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനൽ കുന്നുകൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. റോമൻസ് 12:20-21. സഹായം അഭ്യർത്ഥിക്കുന്ന ഒരുവനെ കണ്ടാൽ ക്രിസ്തു ശിഷ്യന് കണ്ണടയ്ക്കാൻ കഴിയുകയില്ല. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. അനീതി നിറഞ്ഞ ജീവിതശൈലിയിൽ നിന്നും പൂർണ്ണ വിമോചനം നേടാൻ ക്രിസ്ത്യാനികൾക്ക് കഴിയണം. യാക്കോബ് ശ്ലീഹായുടെ വചനങ്ങൾക്ക് കാതോർക്കാം. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച് വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവെച്ച കൂലിതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരൻ്റെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ കൊഴിപ്പിച്ചിരിക്കുന്നു. യാക്കോബ് 5:4-5. ഈശോ വന്നത് ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ വിജാതിയരുടെ അപ്പസ്തോലനായത്. ഗലാത്യൻസ് 2:6 അദ്ദേഹം പറയുന്നു, ദൈവം മുഖം നോക്കുന്നവനല്ല എന്ന്. ഗലാത്യർക്കാർക്കുള്ള ലേഖനം 3:26-28 കൂടി ഓർക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. ഈശോയുടെ സഭയിൽ സമത്വത്തിനും സമഭാവനയ്ക്കുമെതിരെ ഒരു ചിന്തയും ഉണ്ടാകാൻ പാടില്ല. സുറിയാനി സഭാപിതാക്കന്മാരുടെ ചിന്തകൾ. അപ്പസ്തോലിക പിതാവായ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ക്രിസ്ത്യാനിയെ വിളിക്കുന്ന വിവിധ പേരുകൾ തന്നെ വലിയ ഉൾക്കാഴ്ച തരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സപ്തലേഖനങ്ങളിലൊന്നായ എഫേസൂസുകാർക്കുള്ള ലേഖനം 9:2 ഈ പേരുകൾ കാണാം. 1 തെയോഫൊറോയി, ഗോഡ് ബെയറേഴ്സ് അഥവാ ദൈവവാഹകർ. 2 നവോഫറോയ്, ടെമ്പിൾ ബെയറേഴ്സ്, പള്ളിവാഹകർ അല്ലെങ്കിൽ ഉള്ളിൽ പള്ളി ഉള്ളവർ. 3 ക്രിസ്തോഫൊറോയി, ക്രൈസ്റ്റ് ബെയറേഴ്സ്, ക്രിസ്തുവാഹകർ. 4 ഹഗ്ഗിയോഫൊറോയി, ഹോളിനെസ് ഓർ ഹോളി സ്പിരിറ്റ് ബെയറേഴ്സ്, പരിശുദ്ധി അല്ലെങ്കിൽ പരിശുദ്ധാത്മവാഹകർ. ഈ പേരുകളെല്ലാം ഇതിനോടകം കണ്ട നിങ്ങൾ ദൈവങ്ങളാകുന്നു എന്ന ചിന്തയോട് ചേർന്ന് പോകുന്നതാണ്. ദൈവചിന്തയിലുള്ള സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ ചിന്ത. ഇത്തരത്തിലുള്ള മറ്റൊരു ചിന്തയാണ് വിശുദ്ധ എഫ്രേം പുണ്യവാളൻ പഠിപ്പിക്കുന്നത്. മാമോദീസ സ്വീകരിക്കുമ്പോൾ പൂശുന്ന തൈലം, എൻ്റെ പേര് മെക്ഷ, ഒരുവൻ്റെ നെറ്റിയിൽ പൂശിക്കഴിയുമ്പോൾ അവൻ്റെ നെറ്റിയിൽ മിശിഹായെ എന്ന നാമം മുദ്രിതമാകുന്നു.
അതുകൊണ്ട് നാം പരസ്പരം കാണുമ്പോൾ ഈശോമിശിഹായെ ഓർക്കുന്നതും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ചൊല്ലുന്നതും അർത്ഥസമ്പുഷ്ടവും ഐക്യത്തിൻ്റെ അടയാളവുമാണ്. മേൽപ്പറഞ്ഞ ഒരുമയുടെ ജീവിതം ഉപവിപ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ്. സഭാപിതാവായ അബ്രഹാത്തിൻ്റെ ഭാഷയിൽ ക്രിസ്തീയ ജീവിതമാകുന്ന കെട്ടിടത്തിൻ്റെ ബീമാണ് സ്നേഹം. ഈ ബീമിന് ബലക്ഷയം വന്നാൽ കെട്ടിടം ഇടിഞ്ഞു വീഴും. ആദിമസഭയിൽ കൂട്ടായ്മയ്ക്ക് വരുന്നവർ കൊണ്ടുവരുന്ന സഹായം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ സഭാധ്യക്ഷനെ ഏൽപ്പിച്ചിരുന്നുവെന്ന് രക്തസാക്ഷിയായ ജസ്റ്റിൻ രേഖപ്പെടുത്തുന്നു. ഡിഡസ്കലിയായും ഇക്കാര്യം പറയുന്നുണ്ട്. അനാഥരെയും വിധവകളെയും അൾത്താരയായിട്ടാണ് കണ്ടിരുന്നതെന്ന് ഡിഡാസ്കലിയ രേഖപ്പെടുത്തുന്നു. ആവശ്യക്കാരനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുതെന്നും അനുകമ്പ കാണിക്കാത്തത് മരണത്തിൻ്റെ വഴിയാണെന്നും ദിദാക്കെ പഠിപ്പിക്കുന്നു. ദിദാക്കെ 4:7-5-4. റോമിലെ വിശുദ്ധ ക്ലെമന്റ് പറയുന്നു, ആരോഗ്യമുള്ളവൻ ബലഹീനനെ സംരക്ഷിക്കട്ടെ, ബലഹീനൻ ആരോഗ്യമുള്ളവനെ ബഹുമാനിക്കട്ടെ, സമ്പത്തുള്ളവൻ പാവപ്പെട്ടവനെ സഹായിക്കട്ടെ, പാവപ്പെട്ടവൻ അവൻ്റെ ആവശ്യം നിറവേറ്റപ്പെട്ടതോർത്ത് ദൈവത്തിന് നന്ദി പറയട്ടെ. കാർത്തേജിലെ സിപ്രിയാൻ പറയുന്നത്, ദൈവമാണ് എല്ലാത്തിൻ്റെയും ഉടയവൻ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് സൂര്യൻ ഉദിക്കുന്നതും മഴ പെയ്യുന്നതും കാറ്റ് വീശുന്നതുമെല്ലാം. ഈ ചിന്തയിൽ തന്നെയാണ് വിശുദ്ധ അംബ്രോസ് പറയുന്നത്, നീ പാവങ്ങളെ സഹായിക്കുമ്പോൾ നിൻ്റേതല്ല കൊടുക്കുന്നത്, അവൻ അവകാശപ്പെട്ടിരുന്നതും നീ കൈയടക്കി വച്ചിരിക്കുന്നതുമാണ് കൊടുക്കുന്നത്. നാം ഇന്ന് പ്രത്യേകം ഓർക്കേണ്ടത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലാറ്റിൻ അമേരിക്ക സന്ദർശിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ലാസർ അതെ, ഈശോയുടെ ആഗമന ഉദ്ദേശം തന്നെ ലൂക്കാസ് സുവിശേഷകൻ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതരുടെ മോചനവും അന്ധന്റെ കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വാതന്ത്ര്യവും കർത്താവിൽ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കാസ് സുവിശേഷകൻ 4:18-19. ഈശോയുടെ ശിഷ്യന്മാർ ഈശോയുടെ ദൗത്യം തുടർന്നവരാണ്. അവരെ കണ്ടവർ ഈശോയെ കണ്ടു, കേട്ടവർ ഈശോയെ കേട്ടു, തൊട്ടവർ ഈശോയെ തൊട്ടു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് മദർ തെരേസ വരുമ്പോൾ ആളുകൾ പറഞ്ഞത്, അമ്മ വരുമ്പോൾ ദൈവം വരുന്നത് പോലെയാണ്. അപ്രയം പുണ്യവാളനെ കുറിച്ചും ഫാദർ ഡാമിയെ കുറിച്ചും നമ്മുടെ കുഞ്ഞച്ചനെ കുറിച്ചും ഇങ്ങനെ തന്നെ പറയാം. ഇവരെല്ലാം ദൈവ സ്വഭാവത്തിന് സാക്ഷ്യം വഹിച്ച സഭയുടെ മക്കളാണ്. സഭയുടെ പൊതുദർശനവും അതുതന്നെയാണ്. ഈ ദൈവ സ്വഭാവത്തെ നാം ആഴത്തിൽ അനുഭവിക്കണം. എല്ലാ മനുഷ്യർക്കുമുള്ള ഈ ദൈവ സ്വഭാവത്തെ കുറിച്ചാണ് മോഹനങ്ങളായ കാവ്യങ്ങളിലൂടെ മാനവീയതയെ തൊട്ടുണർത്തിയ മഹാകവി കുമാരനാശാൻ തന്റെ ദുരവസ്ഥയിൽ പാടുന്നത്. ആഹാ ഭഗവാൻ ജഗദീശ, നിന്തിരു മാഹാത്മ്യമാർന്ന ഗുണങ്ങളാകും സത്യവിശുദ്ധിയും സ്നേഹവും തേജസ്സും ഉത്തമ ജാതിയിൽ എന്ന പോലെ അന്ത്യജന്മാരിലും കാണിയിൽ അങ്ങേക്കും എന്തേയും തമ്മിൽ ഭേദമുള്ളൂ. കില്ലില്ല ദാതാവേ, നിന്റെ നെൽക്കണിന് തെറ്റുമീ ജാതി ഭേദങ്ങളില്ല. എല്ലാവരും ദൈവങ്ങളെ പോലെ കാണപ്പെടേണ്ടവരാകുമ്പോൾ ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് പ്രസക്തിയില്ല. ഈ മനോഹര ദർശനം നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. വിശുദ്ധ ഗ്രന്ഥ ദർശനം പഴയ നിയമത്തിൽ എല്ലാവരിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പാവങ്ങളോടുള്ള താല്പര്യം. പാവപ്പെട്ടവരെ സൂചിപ്പിക്കാൻ ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന പദങ്ങളുടെ അർത്ഥം ഞെരുക്കപ്പെടുന്നവർ, താഴ്മയുള്ളവർ, ആവശ്യക്കാർ, ബലഹീനർ, താഴേക്കിടയിലുള്ളവർ, ആശ്രിതർ, സാമ്പത്തികമായി ചെറിയവർ എന്നൊക്കെയാണ്. ദൈവം ആവശ്യക്കാരന്റെയും പരിത്യക്തന്റെയും അനാഥന്റെയും വിധവയുടെയും പരദേശികളുടെയും സംരക്ഷകനാണ്. നിയമാവർത്തനം 10:18. അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്നു, ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ദൈവികമായ ഈ സഹാനുഭൂതി ദൈവജനത്തിനും ഉണ്ടാകണം. നിയമാവർത്തനം 24:14-15 പറയുന്നു, അഗതയും ദരിദ്രനുമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ പട്ടണത്തിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത്. അവന്റെ കൂലി അന്നു സൂര്യാസ്തമയത്തിന് മുൻപ് കൊടുക്കണം. അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ്. അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും. ദൈവജനത്തിന് മുൻപിൽ ദൈവസ്വരമായിരുന്ന പ്രവാചകന്മാർ അനീതിക്കും ചൂഷണത്തിനുമെതിരെ അതിശക്തമായി പ്രതികരിക്കുന്നു. ജെറമിയ 22:13 പറയുന്നു, അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശബ്ദൻ, അഥവാ ശപിക്കപ്പെട്ടവൻ.
ദൈവസന്നിധിയിൽ ജീവിക്കുന്നവന്റെ ലക്ഷണങ്ങൾ ഏശയ്യാ 58:6-7 വിവരിക്കുന്നതും ശ്രദ്ധേയമാണ്. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ ദുഃഖങ്ങളും